നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് സീനേജേഴ്സ് കുടുംബസംഗമം കായണ്ണ ദവാ സെന്ററിൽ സംഘടിപ്പിച്ചു. കായണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കായണ്ണ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് സീനേജേഴ്സ് ഫാമിലി മീറ്റ് കായണ്ണ ദവാ സെന്ററിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം അതാണ് ഇവിടെ നടക്കുന്നത്. വയോജന കൂട്ടായ്മയുടെ ഭാഗമായുള്ള സീനിയേഴ്സ് കുടുംബസംഗമം. വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ 59 വയസ്സും അതിന് മുകളിലുള്ളവരുടെയും ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മോടൊപ്പം നിന്ന് നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ പ്രായമായി വരുമ്പോൾ അവരെ കൈയൊഴിയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ ഇടയിലുണ്ടെങ്കിലും അല്പസ്വല്പം നിലനിൽക്കുന്നുണ്ട്. അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയായിട്ട് നാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ ഉദ്ദേശത്തോടുകൂടി എല്ലാ പഞ്ചായത്തിനെയും വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് തന്നെ. ഒരുപാട് അധ്വാനം വയോജനങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ തന്നെ മാനസികമായി നമ്മുടെ സ്വാഗത പ്രഭാഷണം പറഞ്ഞതുപോലെ തന്നെ മാനസികമായി ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലം മാത്രമാണ്. മക്കളെ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. മക്കൾക്ക് നമ്മളെ നോക്കാനോ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ സമയം ഉണ്ടാവില്ല. അത് അവരുടെ ഒരു പോരായ്മയല്ല, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത്. മക്കളുടെ പഠിത്തവും അവരുടെ കുടുംബഭാരവും ഒക്കെ ആയി നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ കാര്യം അങ്ങനെയുള്ള വയോജനങ്ങളെ നാം ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിക്കുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ രീതിയിലും അവർക്കുള്ള പൂർണ്ണ സംരക്ഷണം നൽകുക, അതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. അതിന്റെ സാമൂഹിക ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ ബിൻഷ മുഖ്യപ്രഭാഷണം നടത്തി. 80 വയസ്സിനു മുകളിലുള്ള 6ഓളം പേരെ ആദരിക്കുകയും ചെയ്തു. കൂടാതെ കിടപ്പ് രോഗികളായ 6 പേർക്ക് സാമ്പത്തിക സഹായം വിതരണം ചെയ്യുകയും ചെയ്തു. പ്രകൃതി മില്ലറ്റ് ഫുഡിന്റെയും കായണ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ NSSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 14ഓളം പേർക്ക് പോഷകാഹാര കിറ്റുകൾ കിടപ്പ് രോഗികൾക്ക് വിതരണം ചെയ്തു. വാർഡ് മെമ്പർ സുലൈഖ, 7-ാം വാർഡ് മെമ്പർ ജയപ്രകാശ് കായണ്ണ, വാർഡ് കൺവീനർ അബ്ദുൽ സലാം മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സീനേജ് പ്രസിഡന്റ് സത്യനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അസീസ് KT സ്വാഗതം പറഞ്ഞു. ചടങ്ങിന് ട്രഷറർ കുഞ്ഞബ്ദുള്ള VC നന്ദി പറഞ്ഞു. തുടർന്ന് മോട്ടിവേറ്റർ സുരേഷ് ക്ലാസ് എടുത്തു. ശരാശരി ആയുസ് 45 വയസ്സാണ്. അന്ന് 100 വയസ്സ് വരെ നിൽക്കുന്ന ആളുണ്ട്. എന്നാൽ കുട്ടികൾ കുറേ ആളുകൾ മരിച്ചു പോയി. പ്രസവിച്ച കുട്ടികൾ അത് ഇവരെല്ലാം കൂടി ഒന്നിച്ച് കണക്കൂട്ടുമ്പോൾ 45 വയസ്സ് ശരാശരി ആയുസ്. ഇപ്പൊ അത് 70ആയി. കേരളത്തിൽ 75-80ആയി. അപ്പൊ പ്രായമുള്ള മനുഷ്യരെല്ലാം നാട്ടിൽ ഒരുപാടുണ്ട്. പക്ഷെ വാർദ്ധക്യത്തെ പറ്റിയിട്ട് നമ്മുടെ പണ്ടത്തെ സങ്കല്പങ്ങൾ മാറിയിട്ടില്ല. അത് മാറാനാണ് ഈ സങ്കല്പം. വാർദ്ധക്യത്തെ പറ്റിയിട്ടുള്ള സങ്കല്പം ആരാ ആദ്യം മാറ്റേണ്ടത്? സമൂഹമല്ല, നിങ്ങൾ മാറ്റണം. എനിക്ക് വയസ്സായി എന്ന് പറയുന്ന സ്ഥിരം പല്ലവിയിൽ നിർത്തണം. 1-ാം ക്ലാസ് പഠിക്കുന്നതിനെ അപേക്ഷിച്ച് 2-ാം ക്ലാസ്സുകാരൻ വയസ്സനാണ് അല്ലേ? 2-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി 1-ാം ക്ലാസ്സുകാരനെ അപേക്ഷിച്ച് വയസ്സനല്ലേ? 10-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ അപേക്ഷിച്ച് +2 പഠിക്കുന്ന വയസ്സനല്ലേ? വയസ്സ് നിശ്ചയിക്കുന്നത് ആപേക്ഷികമാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ പ്രദേശത്ത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.